എൻ്റെ പേര് ലീമ സിജോ. ഞാൻ ഇടപ്പള്ളി തോപ്പിൽ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ആദ്യം തന്നെ എൻ്റെ സാക്ഷ്യം വൈകിയതിൽ ഞാൻ മാതാവിനോട് ക്ഷമ ചോദിക്കുന്നു. എൻ്റെ ഹസ്ബൻഡിന് ബിസിനസ്സായിരുന്നു. നല്ല രീതിയിൽ ബിസിനസ് നടന്നുകൊണ്ടിരിക്കെ പെട്ടെന്ന് ബിസിനസ്സിന് പെട്ടെന്ന് തകരാറിലാവുകയും ഞങ്ങൾക്ക് നല്ലൊരു കടബാധ്യത ഉണ്ടാവുകയും ചെയ്തു. അതുമൂലം ഞങ്ങൾക്ക് 2 കുട്ടികളാണുള്ളത്. അവരുടെ സ്കൂൾ ഫീസ് അടയ്ക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യം ഞങ്ങൾക്കുണ്ടായി. അങ്ങനെ ഇരിക്കെ 2018 മാർച്ച് മാസം 14-ാം തീയതിയാണ് ഞങ്ങളിവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് ജോസഫ് അച്ഛനെ കാണുകയും അച്ഛൻ ഞങ്ങളോട് പ്രാർത്ഥിച്ചിട്ട് ധൈര്യമായി പൊക്കോളും, മാതാവ് നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു. ഞങ്ങൾ വീട്ടിൽ പോയി 2 ദിവസത്തിനുള്ളിൽ ഒരു പ്രൈവറ്റ് ലോൺ പാസ്സാവുകയും ഞാൻ ഫീസ് അടയ്ക്കാനുള്ള പണവുമായി സ്കൂളിലെത്തുകയും സ്കൂളിൽ ചെന്ന് കമ്പ്യൂട്ടറിൽ നോക്കിയപ്പോൾ ആ ഫീസ് 1 വർഷത്തെ ഫീസ് 80,000 രൂപ വരുമായിരുന്നു 2 പേരുടെയും കൂടി. അത് അടച്ചതായി കാണപ്പെടുകയും ചെയ്തു. അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു വിശ്വാസം കൂടുതലായി ഞങ്ങളിൽ വർദ്ധിപ്പിക്കാനിടയായി. അങ്ങനെ ഇരിക്കെ രണ്ടാമത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന നിയോഗം ഞങ്ങളുടെ കടബാധ്യതകൾ മാറി കിട്ടുന്നതിന് വേണ്ടിയായിരുന്നു. അതിനായി വീണ്ടും ഞങ്ങൾ ഇവിടെ വന്ന് അച്ഛനെ കാണുകയും 1 മാസത്തിനുള്ളിൽ ഞങ്ങളുടെ പറമ്പിൻ്റെ ഒരു ഭാഗം വിൽക്കുവാനും ഞങ്ങൾക്ക് കടബാധ്യതകൾ തീർത്തെടുക്കുവാനും കഴിഞ്ഞു. അതിനുശേഷം വീട് വിറ്റതിന് ശേഷം ബാക്കിയുള്ള സ്ഥലത്ത് ഞങ്ങൾക്ക് വീട് പണിയുവാനായിരുന്നു ഞങ്ങൾ വിചാരിച്ചിരുന്നത്. അതിൻ്റെ ഫലമായി വിൽപ്പന നടന്നതിന് ശേഷം കൊറോണ വരികയും ഞങ്ങളുടെ വീട് പണി തടസ്സപ്പെടുകയും ചെയ്തു. ആ കൊറോണ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വരുവാനോ പ്രാർത്ഥിക്കാനോ പറ്റാത്ത അവസ്ഥയിലുമായി. അങ്ങനെ 1.5 വർഷത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും കൃപാസനത്തിലെത്തുകയും ഉടമ്പടി പുതുക്കി ജോസഫ് അച്ഛനെ കാണുകയും 1 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിൻ്റെ പണി തറക്കല്ലിടുവാനും 8 മാസത്തിനുള്ളിൽ ഞങ്ങളുടെ വീടിൻ്റെ പണി 2 നിലയുടെ പണി പൂർത്തീകരിച്ച് മാതാവിൻ്റെ ദിവസമായ സെപ്റ്റംബർ 8-ാം തീയതി തന്നെ ഞങ്ങൾക്ക് വെഞ്ചരിപ്പ് നടത്തുവാനും സാധിച്ചു. ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് ഞങ്ങൾക്ക് താമസിക്കാൻ പാകത്തിന് 1 നില വീട് പണിയുക എന്നുള്ളതായിരുന്നു ഞങ്ങൾ മനസ്സിൽ ആഗ്രഹം വെച്ചിരുന്നത്. പക്ഷേ പണിത് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ 2 നിലയുടെ പണി പൂർണ്ണമായിട്ടും തീർത്ത് കിട്ടി. അതിമനോഹരമായ ഒരു ഭവനം ഞങ്ങൾക്ക് തീർന്നു കിട്ടുകയും 3-4 നിലകളിലെ പണികളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്കത് ഞങ്ങളുടെ വരുമാന മാർഗത്തിനായിട്ട് ഉപയോഗിക്കാൻ പാകത്തിന് അതിൻ്റെ പണികൾ എത്രയും വേഗം തീർത്തു തരുമെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. അമ്മ മാതാവ് അതിന് മുൻകൈ എടുക്കുമെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. ഇത്രയധികം അനുഗ്രഹങ്ങൾ നൽകിയ അമ്മ മാതാവിനും തിരുക്കുമാറിനും ഞങ്ങൾ 1000 നന്ദി പറയുന്നു.